5 ലക്ഷം രൂപയുടെ അടുത്ത് വരികയാണെങ്കിൽ അതിൽ 60 മാസത്തേക്ക് ഒരു 3 കോടി രൂപയുടെ അടുത്ത് ഇവിടെ അഴിമതി നടന്നിട്ടുണ്ടാവും എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. സ്ക്രാപ്പ് സെയിലിൽ നിന്ന് ഈ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ ഹരിത കർമ്മസേനയുടെ ഖജനാവിൽ എത്തേണ്ടതാണ്. പക്ഷെ അത് ഇതുവരെ എത്തിയിട്ടില്ല. ഒരു അക്കൗണ്ട് അപ്രത്യക്ഷമായി. ആ അക്കൗണ്ട് ആരുടെ എവിടെയെന്നൊന്നും അറിയില്ല. ഞാനത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പെരിന്തൽമണ്ണ നഗരസഭയിൽ കഴിഞ്ഞ ഭരണസമിതിയിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട കോടികളുടെ അഴിമതി എന്ന ആരോപണം. മാലിന്യം വേർതിരിച്ച് വിൽപ്പന നടത്തിയ വകയിൽ ഹരിത കർമ്മസേനയ്ക്ക് ലഭിക്കേണ്ടിയിരുന്ന പണം സമാന്തര അക്കൗണ്ടിലൂടെ കൈയടക്കിയെന്നും സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നാലകത്ത് ബഷീർ മാധ്യമങ്ങളോട് പറഞ്ഞു. കഴിഞ്ഞ LDF ഭരണസമിതിയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തൽസ്ഥാനം രാജിവെച്ച് ഹരിത കർമ്മസേനയുടെ കോർഡിനേറ്റർ ആയതിലും സംശയം. UGS ഗോൾഡ് ലോൺ വാർഷിക പലിശ 4% മാത്രം. നഗരസഭയിൽ പുതുതായി അധികാരത്തിലേറിയ UDF ഭരണസമിതി നടത്തിയ അന്വേഷണത്തിലാണ് സാമ്പത്തിക അഴിമതി നടന്നുവെന്ന് സംശയിക്കുന്നത്. നഗരസഭയിലെ മാലിന്യങ്ങൾ വേർതിരിച്ച് വിൽപ്പന നടത്തുന്ന വകയിൽ ഹരിതകർമ്മസേനയുടെ അക്കൌണ്ടിലേക്ക് ലഭിക്കേണ്ടിയിരുന്ന തുകയുടെ വലിയൊരു ഭാഗം മറ്റൊരു അക്കൌണ്ട് വഴി തട്ടിയെടുത്തിട്ടുണ്ടെന്നാണ് ഭരണപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. 1 മാസം മുൻപ് നഗരസഭ ഉദ്യോഗസ്ഥർ വഴി മാലിന്യങ്ങൾ വിൽപ്പന നടത്തിയപ്പോൾ 1 മാസത്തെ വരവ് 7 ലക്ഷം രൂപയായിരുന്നു. എന്നാൽ അതിനു മുമ്പുള്ള മാസങ്ങളിൽ ഹരിതകർമ്മസേനയുടെ അക്കൌണ്ടിലേക്ക് തുച്ഛമായ തുകയാണ് എത്തിയിരിക്കുന്നത്. 1 മാസം കേവലം 5 ലക്ഷം രൂപ മിനിമം കണക്കാക്കിയാലും കഴിഞ്ഞ ഭരണസമിതിയുടെ 60 മാസ കാലയളവിൽ 3 കോടി രൂപയെങ്കിലും വന്നിട്ടുണ്ടാകുമെന്നും ഈ തുകയാണ് തട്ടിയെടുത്തിരിക്കുന്നതെന്നും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നാലകത്ത് ബഷീർ പറഞ്ഞു. കഴിഞ്ഞ ഭരണസമിതിയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലുണ്ടായിരുന്നയാൾ തൽസ്ഥാനം രാജിവെച്ച് ഹരിത കർമ്മസേനയുടെ കോർഡിനേറ്റർ ചുമതല ഏറ്റെടുത്തതിൽ സംശയമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ കൗൺസില് വരുന്നതിന് 2 മാസം മുമ്പേ ഉദ്യോഗസ്ഥന്മാർ നേരിട്ട് നടത്തിയപ്പോൾ അത് 7 ലക്ഷത്തിൻ്റെ മുകളിൽ നമുക്കത് വരുമാനം കിട്ടി. എന്നാൽ കഴിഞ്ഞ 5 വർഷം 60 മാസം ഇത് ഞങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ കാര്യമായ രീതിയിലൊരു വരുമാനം ഈ മുനിസിപ്പാലിറ്റിക്ക് വന്നിട്ടില്ല. പ്രത്യേകിച്ച് കച്ചവടങ്ങൾ കൂടിയിട്ടില്ല, വീടുകൾ വേറെ കൂടിയിട്ടില്ല. ഈ തരത്തിൽ 5 മുതൽ 7 ലക്ഷത്തിനടുത്ത് എങ്ങനെ വന്നാലും ഒരു മാസം ഈ സ്ക്രാപ്പ് സെയിലിൽ നിന്ന് ഈ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ ഹരിത കർമ്മസേനയുടെ ഖജനാവിൽ എത്തേണ്ടതാണ്. പക്ഷെ അത് ഇതുവരെ എത്തിയിട്ടില്ല. 3 അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു ഹരിത കർമ്മസേനയ്ക്ക്. ഈ കൗൺസിൽ കഴിഞ്ഞ കൗൺസിൽ കഴിയുന്ന സമയമായപ്പോൾ ഒരു അക്കൗണ്ട് അപ്രത്യക്ഷമായി. ആ അക്കൗണ്ട് ആരുടെ എവിടെയെന്നൊന്നും അറിയില്ല. ഞാനത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അക്കൗണ്ടിലൂടെയാണ് ഈ കാര്യമായ തിരിമറി മുഴുവൻ നടന്നത്. കാരണം സ്ക്രാപ്പ് വിൽക്കുന്നത് മുഴുവൻ അതിൻ്റെ ക്യാഷ് അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പിന്നെ രാജിവെച്ചിട്ട് ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കത് പറയേണ്ട കാര്യമില്ലല്ലോ ആരാണോ ഇതിൻ്റെ ഉത്തരവാദിത്തം എന്നുള്ളത്. ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഞാനിപ്പോൾ ഹെൽത്ത് കാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. എനിക്ക് സ്ഥാനം വേണ്ട, എനിക്ക് ഹരിത കർമ്മയുടെ കോർഡിനേറ്റർ പോസ്റ്റ് മതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണോ ഈ വേസ്റ്റ് വാരുന്നതിന്റെ കോർഡിനേറ്റർ പോസ്റ്റാണോ വലുത്? മാലിന്യം വേർതിരിച്ചെടുത്ത് അതിൽ സ്ക്രാപ്പ് ഇനത്തിൽപ്പെട്ടവ വിൽപ്പന നടത്തിയാൽ കിട്ടുന്ന തുക ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് എടുക്കാമെന്നാണ് നിയമം. ഈ ഇനത്തിൽ വന്നേക്കാവുന്ന ലക്ഷക്കണക്കിന് രൂപയാണ് പോയ മാസങ്ങളിൽ കണക്കിൽപ്പെടാതെ പോയത്. വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന നിലപാടിലാണ് പുതിയ ഭരണസമിതി. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. സ്വർണം വാങ്ങി, പക്ഷെ ബില്ല് വാങ്ങിയില്ല. അയ്യോ, കടക്കാരൻ പറഞ്ഞിട്ടുണ്ടാവും ബില്ല് വേണ്ട, GST ലാഭിക്കാന്നൊക്കെ. ഒരു ചെറിയ ലാഭത്തിന് വേണ്ടി എത്ര വലിയ റിസ്ക് എടുക്കുന്നത്. നാളെ ഒരു നിയമം വരും. ഒറ്റ രാത്രി കൊണ്ട് 1000ന്റെ നോട്ടൊക്കെ നിരോധിച്ചല്ലേ, അതുപോലെ നാളെ സ്വർണം പണയം വെക്കണമെങ്കിൽ അല്ലെങ്കിൽ വിൽക്കണമെങ്കിൽ ഒറിജിനൽ ബില്ല് ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ സ്വർണം അണിയാൻ വേണ്ടി മാത്രമുള്ളല്ലോ, അതൊരു ഇൻവെസ്റ്റ്മെന്റ് കൂടല്ലേ. അതുകൊണ്ട് സ്വർണം വാങ്ങുമ്പോൾ GST നൽകിയെന്ന് ഉറപ്പുവരുത്തുക. സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം സ്വർണം വിൽക്കുന്നു. Safa Gold and Diamonds, different by design.